സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അജണ്ട പാർട്ടിയല്ലേ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇന്നതാണ് ആലോചിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഒരു മുൻകൂട്ടി നിഗമനം വേണ്ട. അവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അവിടെ ആലോചനയുള്ള വിഷയങ്ങളെല്ലാം പത്രക്കാരെ വിളിച്ച് അതേ സമയത്ത് തന്നെ സംസാരിക്കാറുണ്ട്. അത് ഇതുപോലെ ഇന്നും നാളെയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റും നാളെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഞാനിവിടെ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പരിപാടിയുള്ളത് കൊണ്ട് ഞാൻ ലീവ് എടുത്ത് പോകുന്നതാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വ്യക്തമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. നിലമ്പൂരിൽ വർഗീയ കക്ഷികളുടെ കൂട്ടുപിടിച്ച് തന്നെയാണ് UDF ജയിച്ചതെന്ന് കൃത്യമായ കണക്കിൻ്റെ അത് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല, ഒരു ധാരണയുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറച്ചു പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയിൽ വിള്ളലുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഇടവരുത്തിയിട്ടില്ല. രാഷ്ട്രീയ അടിത്തറ വളരെ ഭദ്രമാണ്. അത് വോട്ടിൻ്റെ ഒരു ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. എന്നാൽ UDFന് അനുകൂലമായി അവിടെ വർഗീയ ശക്തികൾ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ വോട്ട് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും അവിടെ ബൂത്ത് തലങ്ങളിൽ തന്നെ ഇതിൻ്റെ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് ഈ കാര്യത്തിൽ എവിടെയല്ല എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരുത്തി പറയാൻ കഴിയുള്ളൂ. പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സൂക്ഷ്മതലത്തിൽ ഈ പരിശോധന നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ഇത്തവണത്തെ ചങ്ങാത്തം അത് തുടരാൻ തന്നെയാണ് തീരുമാനം. അത് വിജയകരമായ പരീക്ഷണം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അത് അവരുടെ നിലപാട്. അത് ഭാവിയിൽ എങ്ങനെ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു യോജിപ്പുമില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ എത്ര തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും കേരളത്തിലെ ഒരു വർഗീയ പാർട്ടികളുമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുകയോ ധാരണ ഉണ്ടാക്കുകയോ ചെയ്യില്ല. അത് ഉറച്ച നിലപാട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയട്ടെ. അല്ല, LDFന് അതിന് നേരിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ നിലപാട് ശക്തമായി തുടരും എന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വർഗീയതയ്ക്കെതിരായ ഉറച്ച നിലപാടിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരും. അതല്ലേ, അത് CPI അല്ലേ മറുപടി പറയുന്നത്. അല്ല, അത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ വെൽഫെയർ പാർട്ടി UDFനോടൊപ്പം ചേരുമ്പോൾ UDF അത് അംഗീകരിക്കുന്ന നിലപാടെടുക്കുന്ന സമയത്ത് ആ സ്വാധീനം ഉണ്ടാവുമല്ലോ. അത്രയേ ഉള്ളൂ. അപ്പം വർഗീയ ശക്തികളുമായിട്ട് ബന്ധമുണ്ടാക്കി ഒരു തരത്തിലും നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏത് തരത്തിൽ എന്നുള്ളത് നോക്കിയിട്ടല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ ശക്തികളുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിപുലീകരിക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നത്.